വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ ദിവസം എടുത്ത ക്ലാസ് ഒരു ആഫ്റ്റർ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ അബ്രപ്റ്റായിട്ട് കട്ടായിപ്പോയി. സോ ഒന്നും തന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് ഐ എം ടേക്കിംഗ് ദിസ് തേർഡ് ക്ലാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും കൂടിയും വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. സോ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല. പിന്നെ MCOM എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പഠിക്കാനുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ഭാരമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. ഇനിയും പഠിക്കാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നുമല്ല. അപ്പോൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ആദ്യം തന്നെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മൾ നമ്മുടെ മൈൻഡിനെ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ദാറ്റ് വിൽ കം ഇൻ ടു ആൻ ആക്ഷൻ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് വി പെർസീവ് ഫ്രം our surrounding, what we perceive from the environment, how do we see things, ഇതാണ് നമ്മുടെ ആക്ഷനായിട്ട് നമുക്ക് പ്രവർത്തനത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്ഷനായിട്ട് പ്രവർത്തനത്തിൽ വരുമ്പോൾ നമ്മളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മളത് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് പ്രവൃത്തിയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ നമ്മുടെ നമ്മുടെ ക്ലാസ് കട്ടായത് എവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി, ദാറ്റ് വാസ് ആക്ച്വലി ഹാപ്പൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഫാദർ സീരിയസ് ആയിട്ട് ഹി വാസ് ഡൂയിങ് ഹിസ് ഓഫീസ് വർക്ക് അറ്റ് ഹോം എന്നുള്ളതാണ്. കോവിഡ് കാലഘട്ടമാണല്ലോ. ആൻഡ് ഹി ഹാഡ് ട്വിൻ ചിൽഡ്രൻ. അതിലാണ് ആ കുട്ടികളാണ് അവിടെ ആകെ ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദി ക്വാറൽ വാസ് ഓൾ അബൌട്ട് എ സിംഗിൾ ഓറഞ്ച്. സോ അതിൻ്റെ പേരിലായിരുന്നു അവിടെ പ്രശ്നങ്ങൾ മുഴുവൻ. സോ പിള്ളേരുടെ ക്വാറൽ സഹിക്ക വയ്യാതെ ഇങ്ങോട്ട് ആളുടെ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ പോയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ബോത്ത് ആ ക്വാറലിംഗ് ഫോർ 1 ഓറഞ്ചാണ്. ആൾ ഒരൊറ്റ വീക്ഷണത്തിൽ കണ്ടത് അതായിരുന്നു. ഓക്കെ, ഒരൊറ്റ നോട്ടത്തിൽ ആൾ കണ്ടത് ഒരു ഓറഞ്ചിന് വേണ്ടി 2 പേരും കൂടി കടിപിടി കൂടുന്നതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയായപ്പോൾ ആൾ എന്ത് ചെയ്തു, നേരെ അത് എടുത്തിട്ട് അങ്ങനെ തന്നെ 2 ഹാഫാക്കിയിട്ട് 2 പേർക്കും കൊടുത്തു. എന്നിട്ട് ആൾ എന്ത് ചെയ്തു, ഇനി ഇതിൻ്റെ പേരിലൊരു ശബ്ദം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആളിങ്ങോട്ട് തിരിച്ചു പോകുന്നു. ആളുടെ വർക്കിലേക്ക് ആൾ എന്താ പറയുക, റിട്രീവ് ചെയ്തു. ആൻഡ് ഹീ ഈസ് ഡൂയിങ് ഹിസ് വർക്ക് എന്നുള്ളതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും തുടങ്ങി ഇഷ്യൂസ്. ഓക്കെ, സോ ഇയാൾക്ക് തോന്നി ഇത് ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ ഇനി ഇത് ശരിയാവില്ല. സോ ബെറ്റർ ടു സെൻഡ് ദെയർ മോം. അങ്ങനെ ഇയാളുടെ ഭാര്യേനെ വിളിച്ചു. അവിടെ കാര്യം എന്താണെന്നുള്ളത് നോക്കി, നീ അത് പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ വൈഫ് വന്ന് നോക്കണ സമയത്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ്, 2 ആൾക്കും അപ്പോൾ പാതി നിങ്ങൾക്ക് 2 പാതിയായിട്ട് ഓറഞ്ച് തന്നില്ലേ, ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും വേണം. ഒരാൾ പറഞ്ഞു, എനിക്ക് ഓറഞ്ചിൻ്റെ പുറമെയുള്ള തൊണ്ട് ഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചു. ഒരാൾക്ക് ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും കഴിക്കാനാണ്, മറ്റേ ആൾക്ക് അതുകൊണ്ട് ആർട്ട് വർക്ക് ചെയ്യണം. എനിക്ക് ഓറഞ്ച് തിന്നണ്ട, എനിക്കതിൻ്റെ തൊലി കൊണ്ട് എനിക്ക് ഒരു കാര്യം ചെയ്യാനാന്ന് പറഞ്ഞു. ഓക്കെ, സോ അമ്മ എന്ത് ചെയ്തു, അത് മേടിച്ച് ഇതിൻ്റെ പകുതിയും കൊടുത്ത് മറ്റേതിൻ്റെ തൊലിയും കൊടുത്ത് 2 പേരുടെ പ്രശ്നങ്ങൾ എന്താണോ അതവിടെ സോൾവ് ചെയ്തു. സോ ഈ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിന് വാട്ട് യു ക്യാൻ പെർസീവ് എന്നുള്ളതാണ്. നിങ്ങളുടെ പെർസെപ്ഷൻ എന്താണ് എന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് വയ്ക്കുക. നിങ്ങളുടെ പെർസെപ്ഷൻ എന്താണെന്നുള്ളത്. എന്നിട്ട് കാര്യങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിക്കണ്ട് ഇതിനാണ് ഇവിടെ പ്രശ്നം. എന്തിന്, ഒരു ഓറഞ്ചിന് വേണ്ടിയിട്ടാണ് ഇവിടെ തല്ലും വഴക്കും. 2 ആൾക്കും പപ്പാതി കൊടുത്തു, പ്രശ്നം സോൾവ് ചെയ്തു അല്ലേ. സോ മാത്തമാറ്റിക്കലി നമ്മൾ ആ പ്രശ്നം അവിടെ ക്ലിയർ ചെയ്തു. പക്ഷേ നമ്മളതിൻ്റെ ബിഹേവിയറലിസം നോക്കിയിട്ട് നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഇസ് യുവർ ആൻസർ. ഓക്കെ,
സോ അക്കോർഡിംഗ് ടു ദ ബിഹേവിയർ അനുസരിച്ച്, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്, കുട്ടികളുടെ മനസ്സറിഞ്ഞ് നമ്മളവിടെ നീതിപൂർവം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അത് ചെയ്തത് ആരാണ്? കുട്ടികളുടെ അമ്മയാണ്. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അത് സൗമ്യതയോടുകൂടി അത് കേൾക്കാനും അതിനുള്ള ഒരു ഉത്തരം പറയാനും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അത് സാധിക്കുള്ളൂ. മെൻ എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും ക്ഷമയോട് കൂടിയിട്ട് എന്തിനാണ് കരയണ അല്ലെങ്കിൽ എന്തിനാണ് ബഹളം കൂട്ടണമെന്നൊന്നും പറയാനും കേൾക്കാനൊന്നും നേരമൊന്നുമില്ല. അവരുടെ വർക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പെണ്ണുങ്ങൾക്ക് വർക്കില്ലേ? ഉണ്ട്. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അവിടെ വാട്ട് ഈസ് ദ മാറ്റർ എന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരാൾക്ക് മാത്തമാറ്റിക്കലി പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു, പക്ഷേ അത് നീണ്ടു നിന്നില്ല. ക്ലിയർ ആയാം? അപ്പോൾ എന്താണ് ദ ആക്ച്വൽ കോസ് എന്നുള്ളത്, റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഗുഡ് റിസൾട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ കുറേ നേരത്തേക്ക് ഒരാൾ ഈ ഓറഞ്ച് തിന്നാനായിട്ട് അവിടെ ഇരുന്നു, മറ്റേ ആൾ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയും കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന നല്ല ഭംഗിയുള്ള ക്രിയേറ്റീവ് വർക്ക് ചെയ്യാനായിട്ടും തുടങ്ങി. സോ ദെയർ വാസ് അബ്സല്യൂട്ട് സൈലൻസ്. സോ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ വീട്ടിലേക്ക് വന്നു. പക്ഷെ നമ്മളൊരൊറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കണ്ടറിയുന്നത്? സോ പെർസെപ്ഷൻ, വൈ ദിസ് പെർസെപ്ഷൻ ഇസ് സോ ഇമ്പോർട്ടൻ്റ് ഇൻ ദി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അല്ലേ? ഓർഗനൈസേഷനിലെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒറ്റ ഗ്ലാൻസിൽ നോക്കിയിട്ട് ഇതെന്താണ് ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര ഇഷ്യൂസ്, വൈ ദിസ് ഈസ് ഹാപ്പനിങ്. സോ ജസ്റ്റ് ഗോ ഡീപ്പ് ഇൻ ടു ദി റൂട്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, നമ്മളതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം. നമ്മൾ പ്രശ്നങ്ങൾ എന്താണോ അത് വ്യക്തമായിട്ട് നമ്മളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് നമുക്കതിൽ പറയണത്. ഓക്കെ, സോ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ വേ വി അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് us. We gather information through our 5 sense organs, but perception adds meaning to the sensory inputs. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും അതേപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കേട്ടറിയുന്നതും നമ്മൾ രുചിച്ച് നോക്കുന്നതും അത് നമ്മൾ ഫീൽ ചെയ്ത് നോക്കുന്നതും ഇതൊക്കെ through our sense organs we are gathering information. ആ ഇൻഫർമേഷനെ ഒരു അർത്ഥം കൊടുക്കുന്നതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ വെൻ വി ആഡ് മീനിങ് ദാറ്റ് forms into perception. So now we'll move on with the features of the perception. Perception is an intellectual process. Perception is a selective process. Perception requires sensation. Perception involves past experience, and change is the basis of perception. Perception is objective as well as subjective. Okay, and we'll see the first one. Perception is an intellectual process. എന്താണ് intellectual process എന്ന് പറയാനായിട്ടുള്ള reason? Through which a person selects data or stimuli from the environment. The data is organized and meaning from it is obtained. The physical process of obtaining data is known as sensation. സോ നമ്മൾ എങ്ങനെയാണോ എന്തൊക്കെയാണോ നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തത്, ആ റിസീവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമ്മൾ അതിൻ്റേതായ അർത്ഥം കൊടുക്കുന്ന ഒരു രീതിയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫിസിക്കൽ പ്രോസസ്സിനെയാണ്. ഓക്കെ, സോ വി ഹാവ് ഫൗണ്ട് ഔട്ട് സംതിങ് ഫ്രം ദി environment, we have gathered information and we have given a meaning to it. So those data are organized and then we have given the proper meaning for that, and this process, your physical process niyana, we call it as sensation. Okay, second one is perception ennu parayunnathu oru selective process aanu. How do we select? We do not perceive each and everything in the world or around us. We attend to only a part of the stimuli around us. We select only a limited range of stimuli to which
we attend. Attention is a basic process in perception. നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നുണ്ടോ? ഇല്ല. On those we pay attention, അത് മാത്രമാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നുള്ളൂ, അല്ലേ? നമ്മുടെ ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഏതിലേക്കാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ഏതാണോ, ഫോക്കസ് ചെയ്യണത് ഏതിനെയാണോ, അതിന്നാണ് നമ്മൾ വി റിസീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് അറ്റൻഷനാണ് അവിടെ ബേസിക് പ്രോസസ്സായിട്ട് വരുന്നത്. ഫസ്റ്റ് തിങ് നമ്മൾ എന്താ പറഞ്ഞ, ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. ഇൻ്റലക്ച്വൽ പ്രോസസ്സ് ടേക്ക് പ്ലേസ് ത്രൂ സെൻസേഷൻ ആണ്. So we gather information, we organize it and we give a proper meaning to that. അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് we call it as sensation. ഇവിടെ നമ്മൾ എന്താണ്, something is happening around us. Everything is happening around us. But are we taking into consideration? No. We are focusing on something. We pay attention on something. Only that has been perceived. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് പെർസെപ്ഷനിലെ ഒരു ബേസിക് പ്രോസസ്സായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇറ്റ് മേക്സ് എ പെർസെപ്ഷൻ സെലക്റ്റീവ് ഇൻ നേച്ചർ. സോ പ്രകൃതിദത്തമായിട്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഏതാണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനും അതിലേക്ക് മാത്രം നമ്മുടെ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാനും അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ അതിലേക്ക് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കല്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി തിരഞ്ഞെടുത്ത് പോവുകയാണ്. സോ ദാറ്റ് പ്രോസസ് ഇസ് നോൺ എ സെലക്റ്റീവ് പ്രോസസ്. വാട്ട് വി സെലക്ട് വുഡ് ഡിപ്പെൻഡ് അപ്പോൺ അവർ നീഡ്സ്, അവർ ഇൻട്രസ്റ്റ്, അവർ മോട്ടീവ്സ് ഓർ ഓൺ ദി നേച്ചർ ഓഫ് സ്റ്റിമുലൈ ടു വിച്ച് വി ആർ എക്സ്പോസ്ഡ്. ഓക്കെ, ഇപ്പം ഒരു പേഴ്സൺ യാത്ര ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ പാരലലായിട്ട് റോഡും പോകുന്നുണ്ട്. ആ റോഡിൽ അവിടെ എന്തൊക്കെയോ ഒരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു ട്രാവൽ ഇൻ ദ ട്രെയിൻ, വിൽ ഹി പേ അറ്റൻഷൻ to the announcement that goes on the road, or will he pay attention for the announcement taking place on the platform? റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് ഇയാൾ ചെവി കൊടുക്കുമോ? അതല്ലാന്നുണ്ടെങ്കിൽ റോട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇയാൾ കാതോർക്കോ? വിച്ച് വിൽ ഹി ഗിവ് ഇമ്പോർട്ടൻസ്? സോ everything, the selection process depends upon our needs. ഇപ്പം നമ്മുടെ ആവശ്യം എന്താണ്? യാത്രയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ സമയത്തിന് വരുമോ അല്ലെങ്കിൽ ഇല്ലേ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അത് ഞാനൊരു യാത്ര എന്ന് പറഞ്ഞൊരു എക്സാമ്പിളെന്ന് പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മളിങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശപ്പ് എന്ന് പറയുന്നൊരു സംഭവം വന്നു തുടങ്ങി. സോ അവിടെ എന്താ പറയുക, നമ്മുടെ ഒരു കാറിലൊരു യാത്ര ചെയ്യുമ്പോൾ അവിടെ റോഡ് സൈഡിൽ നമ്മൾ പലതും കാണുന്നുണ്ടാവും. ചിലപ്പോൾ തുണിക്കടകൾ കാണുന്നുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും എന്താ പറയുക കുറേ മരങ്ങൾ കാണുന്നുണ്ടാവും, കുറേ വീടുകൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ അവിടെ കണ്ടുപോകുന്നുണ്ടാവും. പക്ഷെ ഇതിനിടയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതായിരിക്കും അയാളുടെ കണ്ണിൽ പെടുക. ബിക്കോസ് അറ്റ് ദാറ്റ് മൂമെൻറ്റ് അയാളുടെ നീഡ് എന്ന് പറയുന്നത് ഹങ്കറാണ്. സോ ഹി വോണ്ട് ടു സാറ്റിസ്ഫൈ ഇറ്റ്. സോ ഹി നീഡ് ഫുഡ്. സോ ഇയാൾ നോക്കുന്നതെല്ലാം എന്തായി മാറും? അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച്. ഇനി നിങ്ങൾ ചെറിയ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് നോക്കി. നമ്മുടെ മൊബൈൽ ഫോൺ അവിടെ വെച്ചു എന്ന് വിചാരിച്ചോളൂ. സോ ദ ചൈൽഡ് വിൽ കം ആൻഡ് ടേക്ക് ദി മൊബൈൽ ഫോൺ. എന്നിട്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ആപ്പുകളാണ് ഉള്ളത് എന്നുള്ളത് നോക്കുകയോ
അല്ല ചെയ്യുക, മറിച്ച് അവരുടെ ഇൻട്രസ്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യമാണോ ആ മൊബൈലിലുള്ളത് ദാറ്റ് ദേ വിൽ ടേക്ക്. ഓക്കെ, അതേപോലെ തന്നെ ഏതൊരു സിറ്റുവേഷനിലും വാട്ട് എ പേഴ്സൺ ഇസ് ഇൻട്രസ്റ്റഡ് ടു ഡു, അതിനെ പറ്റിയ കാര്യങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഇൻട്രസ്റ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ നീഡ്സ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ മോട്ടീവ്സ്. ക്ലിയർ? ഇനി പെർസെപ്ഷൻ റിക്വയേഴ്സ് സെൻസേഷൻ. മൂന്നാമത്തെ കാര്യം, പെർസെപ്ഷൻ ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സെൻസേഷൻ. In order for perception to occur, we must first experience some sensation. So again, I'm coming to the first point. Perception requires sensation. Sensation illade perception illa. അപ്പോൾ ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്ത് നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷന് വി ആർ ഗിവിങ് മീനിങ് ടു ദം. അതല്ലേ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അവിടെ വേണ്ടത് എന്താണ്? സെൻസേഷൻ. സോ ഫസ്റ്റ് വി ഷുഡ് റിയലൈസ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ്. ഫസ്റ്റ് വി ഷുഡ് റിയലൈസ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് us and we have to organize those datas and then we have to add the meaning to that data. അപ്പോഴാണ് എന്തായി മാറുന്നത്? പെർസെപ്ഷനായിട്ട് മാറുന്നത്. സോ ബിഫോർ കമ്മിങ് ടു ദി പെർസെപ്ഷൻ there should be in the sensation. അപ്പോൾ സെൻസേഷൻ ഇല്ലാത്ത ആൾക്ക് പെർസെപ്ഷനും ഉണ്ടാവില്ല. സെൻസേഷൻ ഉള്ള ആൾക്ക് പെർസെപ്ഷനിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദെൻ ഈസ് പെർസെപ്ഷൻ ഇൻവോൾവ്സ് പാസ്റ്റ് എക്സ്പീരിയൻസ്. സോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് the present information can be meaningfully understood only when we integrate our past and we interpret it in terms of present or future consequences. ചില ആൾക്കാർ ഇത് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഒരു ഓർഗനൈസേഷനിലാവുമ്പോൾ we used to forecast demand, we used to forecast risk, we used to forecast future of the organization. ചെയ്യാറില്ലേ? നമ്മളൊരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് പ്ലാനിങ് നടത്താറുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ 3 years, വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ 5 years, വെൻ ദി കമ്പനി ഷുഡ് തിങ്ക് അബൌട്ട് ദി ഡൈവേഴ്സിഫിക്കേഷൻ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ എക്കണോമിക് ട്രെൻഡ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ഇത് ഇന്ന രീതിയിലാണ് ചെന്ന് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഓൺലി ബിക്കോസ് ഓഫ് ദി പാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ മുമ്പ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ട്, അത് എത്രത്തോളം അനുഭവത്തിലേക്ക് കടന്നു ചെന്നു, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണത് അവസാനിക്കുക, അത് എങ്ങനെയാണ് അവർക്ക് പറയാൻ പറ്റുന്നത്? ഫ്യൂച്ചർ എങ്ങനെയാണ് ഇത്രയും കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? The same situation must have happened before എന്നുള്ളതാണ്. See, now we are affected by the pandemic അല്ലേ? നമ്മളിപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പലരും പറയുന്നത് 1900 there was a നമുക്ക് ഫ്ലൂ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ? നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, കുറേ ആൾക്കാരുടെ ജീവൻ അപഹരിച്ച ഒരു ഫ്ലൂ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ആ ഫ്ലൂവും കൊറോണ വൈറസ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ ഇറ്റ്സ് നോവൽ കൊറോണ എന്ന് മാത്രം. ഓക്കെ, ഇറ്റ്സ് എ ന്യൂ തിങ്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇതേപോലത്തെ ഒരു ഫ്ലൂ 1900 മില്യൺസ് ഓഫ് പീപ്പിൾ ഹാസ് ഡൈഡ് ഡ്യൂ ടു ദിസ് അല്ലേ? അപ്പോൾ അതേപോലെ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത്? ഈ കോവിഡ് രോഗം സ്പ്രെഡായി കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും മരണം സംഭവിക്കാം. പിന്നീട് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്താൻ തുടങ്ങി. എങ്ങനത്തെ ആൾക്കാരിലാണ് മരണം സംഭവിക്കുന്നത്? എ പേഴ്സൺ ഹു ഹാവ് കോംപ്ലിക്കേറ്റഡ് ഡിസീസസ്,
a person who is having other sickness, ഒരു ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ഇവൻ കടന്നു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് അധികം അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ അതിൻ്റെ ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതോട് കൂടിയിട്ട് ഈ വൈറസിനെ ചെറുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിലുണ്ടായിരിക്കും. പക്ഷേ ഒരു ഹെൽത്തി അല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, if a person is infected by diabetics, or if a person has high obesity, if a person has breathing issues, if a person has having any problem in lungs, so അങ്ങനെ കോംപ്ലിക്കേഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവൻ അകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ ഭാഗങ്ങളും ഇൻഫെക്റ്റഡ് ആകും. പിന്നെ ഒന്നും തന്നെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. So what is really happening is, this will land in this thing. So better take preventive measures and let everything go on എന്നുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഇത് അവസാനിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങളാണ് അന്നും ചെയ്ത്, അന്നും ഇതേപോലെ തന്നെ മാസ്ക് ഒക്കെ ഇട്ടവർ മൊത്തം മുഖം മറച്ച് തന്നെയാണ് നടന്നിരുന്നത്. പക്ഷെ അന്ന് ഇത്രയും പോപ്പുലേറ്റഡ് അല്ലായിരുന്നു. നമ്മുടെ വേൾഡ് ഇത്രയും പോപ്പുലേറ്റഡ് അല്ല, നമ്മുടെ കൺട്രി ഇത്രയും പോപ്പുലേറ്റഡ് അല്ലായിരുന്നു. എന്നിട്ട് പോലും 22 million ഓഫ് പീപ്പിൾ ഹാസ് ഡൈഡ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമുക്കിപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഓൺ വാട്ട് ബേസിസ്? ഫ്രം ദി പാസ്റ്റ് എക്സ്പീരിയൻസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ്. അന്ന് ഇത്രയും വണ്ടി സൗകര്യങ്ങളില്ല, ആൾക്കാരിനെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല, ഹോസ്പിറ്റൽസ് ബിഗ് ഹോസ്പിറ്റൽസ് ഇല്ല, ആൾക്കാരിനെ കിടത്താനുള്ള ഹോസ്പിറ്റൽസിൽ ഫെസിലിറ്റീസ് ഇല്ല. എന്നിട്ടൊക്കെ പോലും നമ്മളിതൊക്കെ തരണം ചെയ്ത് നമ്മൾ വന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ കുറേ പേരൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ മരിച്ചു പോയിട്ടുമുണ്ട്. സോ ദീസ് എവറിത്തിങ് ആർ ഹാപ്പനിങ് ആൻഡ് വി predict this will happen, this will be the condition, this will be the economic future. ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ കൺട്രിയുടെ എക്കണോമി ലെവൽ വിൽ ഗോ ഡൗൺ എന്ന് പറഞ്ഞു. GDP വിൽ ഗോ ഡൗൺ. ദാറ്റ്സ് വാട്ട് വി ആർ ഫേസിങ് നൗ. എങ്കിൽ നമ്മളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇമ്പ്രൂവ് ചെയ്ത് വരണുള്ളൂ. കുറേശ്ശൊക്കെ നമ്മൾ കുറച്ച് ഭാഗത്തു നിന്നൊക്കെ റിട്രീവ് ചെയ്ത് നമ്മളൊന്ന് റിവൈവ് ചെയ്ത് നമ്മളിതൊക്കെ ഒന്ന് റീവൈറ്റലൈസ് ചെയ്ത് നമ്മൾ തിരിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് എത്തും എന്നുള്ളത് നമ്മളെങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? ഓൺലി ബിക്കോസ് ഓഫ് അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഓക്കെ, ചേഞ്ച് ഇസ് ദ ബേസിസ് ഓഫ് പെർസെപ്ഷൻ. നെക്സ്റ്റ് തിങ്, പെർസെപ്ഷൻ ഇസ് ഓൾവേസ് എ റെസ്പോൺസ് ടു സം ചേഞ്ച് ഓർ ഡിഫറൻസ് ഇൻ ദി എൻവയൺമെൻറ്റ്. അല്ലേ? എൻവയൺമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് പെർസെപ്ഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ പെർസീവ് ചെയ്യാനൊന്നുമില്ല, ദി സെയിം തിങ് ഇസ് ഹാപ്പനിങ്. അല്ലേ? എന്താ പറയുക, രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അതേപോലെ വൈകിട്ട് അത് അസ്തമിക്കുന്നു, അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. വെൻ ദർ ഈസ് എ ക്ലൈമാറ്റിക് ചേഞ്ച്. ഓക്കെ, അത് കാറ്റിൻ്റെ ഇതിൽ വീശുന്നതിൽ അതിൽ ഡയറക്ഷനിൽ മാറ്റങ്ങൾ വരാം, അതിൻ്റെ ശക്തിയിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, ക്ലൗഡി ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ വരുന്ന ഓരോ ചേഞ്ച്. അപ്പോൾ ചേഞ്ച് വരുമ്പോഴാണ് പീപ്പിൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഇതിങ്ങനെ അറ്റസ്റ്റേഷൻ നമ്മളൊരു കാര്യം ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംതിങ് സഡൻലി ജംപ് ബിഫോർ യു എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതൊന്ന് നോട്ട് ചെയ്യും, നമ്മളത് നോക്കും. അല്ലേ? കാരണം ആ ഒരു ഡയറക്ഷനിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചാണ് അവിടെ സംഭവിച്ചത്. സോ വി ഡു പെർസീവ് തിങ്സ് ഫ്രം ദി ചേഞ്ച് ഇൻ ദി എൻവയൺമെൻറ്റ് എന്നുള്ളതാണ്. If the world were uniformly the same, we would experience no perception. That is what I am saying. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച്, ആ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ പെർസീവ് ചെയ്യുക? നത്തിങ് ഇസ് പെർസീവ് ദേ. സോ ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്കിപ്പോൾ നമുക്കിവിടെ കാലത്താണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ രാത്രിയാണ്. അല്ലേ? പല സ്ഥലങ്ങളിലും ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേൾഡിൽ പല സ്ഥലങ്ങളും നോക്കുകയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. പല സ്ഥലങ്ങളിൽ ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ ആയിരിക്കാം. ഇങ്ങനെ
ഓരോ സ്ഥലങ്ങളിലും അതിൻ്റേതായ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് വി ആർ പെർസീവിങ് തിങ്സ് ഓവർ ദേ. സോ ഇഫ് എവറിത്തിങ് റിമെയിൻസ് ദ സെയിം ദർ വിൽ ബി നോ പെർസെപ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇതിൽ നല്ലൊരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ വെദർ, സ്റ്റൈൽ ഓഫ് ഡ്രസ്, ഫുഡ് ഈസ് ഈസിലി പെർസീവ്ഡ്. എനി ചേഞ്ച് ഇൻ ദ നോർമൽ റുട്ടീൻ ഈസ് പെർസീവ്ഡ് ക്വിക്ക്ലി. സോ നമ്മൾ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മാറ്റങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ പെർസെപ്ഷൻ ഈസ് ഒബ്ജക്റ്റീവ് ആസ് വെൽ ആസ് സബ്ജക്റ്റീവ്. We all perceive certain things as the same. Example, a table, a chair are perceived by every one of us in a more or less similar manner. നമ്മുടെ മുന്നിൽ ഒരു കസേരയുണ്ട്, നമ്മളൊരു ടേബിളുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ കസേരയാണ്, ടേബിളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ തോന്നുള്ളൂ. കസേര കാണുമ്പോൾ മേശയായിട്ടും തോന്നില്ല, മേശ കാണുമ്പോൾ കസേരയായിട്ടും തോന്നില്ല, അല്ലേ? നമുക്ക് ഏകദേശം അത് കാണുമ്പോൾ ഇതൊരു ടേബിളാണ്, ഇതൊരു ചെയറാണ്, അല്ലെങ്കിൽ ഇതൊരു മരമാണ്, ഇതൊരു കാറാണ്, ഇതൊരു സ്കൂട്ടറാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പെർസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. In many cases, our perception is considerably influenced by our thoughts, motives, interests, etc. Such perception is subjective in nature. So, ചില കാര്യങ്ങൾ പെർസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സ്, നമ്മുടെ മോട്ടീവ്സ്, നമ്മുടെ ഇൻട്രസ്റ്റ്, ഇതിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വേണം. അങ്ങനെ പെർസീവ് ചെയ്യുന്നത് സബ്ജക്റ്റീവാണ്. ജനറലി അവിടെയുള്ള സാധനങ്ങൾ, ഒബ്ജക്ട്സ് ഒക്കെ കാണുമ്പോൾ ഇത് ഇന്നതാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഇൻ നേച്ചർ എന്നുള്ളതാണ്. അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർ ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇയാൾ എന്തോ പറയാനായിട്ടാണ് വരുന്നത്. സംതിങ് ഈസ് സീരിയസ് ഇൻ ഹിസ് കമ്മിങ്. അപ്പോൾ അയാൾ വരുന്നത് എന്തോ ഒരു കാര്യമുള്ള ഒരു കാര്യം പറയാനാണ്. ഓക്കെ, അതേപോലെ തന്നെ ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് വരും. സോ ദിസ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ തോട്ട്സ്, മോട്ടീവ്സ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം പെർസീവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് സബ്ജക്റ്റീവ് പെർസെപ്ഷൻ. ആൻഡ് ഓവറോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഒരു സംഭവം കാഴ്ചയിലുള്ളതെങ്കിൽ അത് ഒബ്ജക്റ്റീവ് പെർസെപ്ഷനായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്, സെലക്റ്റീവ് പ്രോസസ്സാണ്, ആൻഡ് ദെൻ സെൻസേഷൻ വേണം. പെർസെപ്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ബേസിസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് മാറ്റമാണ്. അതേപോലെ തന്നെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവുമാണ്, സബ്ജക്റ്റീവുമാണ്. ഓക്കെ, ആൻഡ് നൗ വിൽ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. ഓക്കെ, എന്താണ് സെൻസേഷനും പെർസെപ്ഷനും തമ്മിലുള്ള മാറ്റം? നമ്മൾ നേരത്തെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഫീച്ചേഴ്സിന് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? വാട്ട് വി ഗ്യാദർ ഫ്രം ദി എൻവയൺമെൻറ്റ്. ഓക്കെ, വി ആർ ഓർഗനൈസിങ് ഇറ്റ് ആൻഡ് വി ആർ ഗിവിങ് മീനിങ് ടു ദാറ്റ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് സെൻസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സെൻസേഷൻ ഇസ് ദ ഇമ്മീഡിയറ്റ് ആൻഡ് ഡിറക്റ്റ് റെസ്പോൺസ് ടു ദി സെൻസറി ഓർഗൻസ് ടു സിമ്പിൾ സ്റ്റിമുലേ. അതായത് എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെൻറ്റോ ഒരു ബ്രാൻഡ് നെയിമോ അതിനൊക്കെ പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാപ്പൻസ് ത്രൂ ദി സെൻസേഷൻ. Sensitivity to stimuli varies with the quality of an individual's sensory receptors and the amount of intensity of stimuli to which he or she is exposed. So the following are the main difference between sensation and perception. So ഒരു കാര്യത്തിനെ പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് വരുന്നത് സെൻസിറ്റിവിറ്റി എന്നാണ്, സെൻസേഷൻ എന്നാണ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. The sensation is the first stage of a complex process that allows us to understand and interact with our world. Perception is the second stage of said process. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
സോ പെർസെപ്ഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? സെൻസേഷൻ. സോ ഫ്രം ദ environment we are gathering information and we are organizing it, and secondly we are adding meaning to it. Meaning add ചെയ്യുന്നത് perception ആണ്. So first thing we are gathering information, we are organizing it എന്ന് പറയുന്ന ആ ഒരു physical processനെയാണ് we call it as sensation, and that is the first process and perception is the second one. Stage wise നോക്കുകയാണെന്നുണ്ടെങ്കിൽ, and second one is source. The source of sensation is the stimuli obtained from sensory organs, whereas the source of perception is the information sent to the brain through sensation. So, ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് നമ്മുടെ സെൻസേഷന് ലഭിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ സെൻസ് ഓർഗൻസ് എന്നാണ്. നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ സെൻസ് ഓർഗൻസിൽ നിന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ എവിടേക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്നാണ് എന്ത് വരുന്നത്? പെർസെപ്ഷൻ വരുന്നത്. അതിൻ്റെ അടുത്ത ആക്ഷൻ വരുന്നത് ബ്രെയിനിൽ നിന്നാണ്. സോ ഫ്രം ദി സെൻസ് ഓർഗൻസ് വി ഹാവ് കളക്റ്റഡ് ദി നെസസറി ഇൻഫർമേഷൻസ് ആൻഡ് വി ഹാവ് പാസ്ഡ് ഇറ്റ് ടു ദി ബ്രെയിൻ, ആൻഡ് ഫ്രം ദി ബ്രെയിൻ ദ ഇൻസ്ട്രക്ഷൻ ഇസ് കമ്മിങ്. സോ ആ കാര്യമാണ് എന്തായിട്ട് വരുന്നത്? പെർസെപ്ഷനായിട്ട് വരുന്നത്. സോ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇസ് ദ ഇൻഫർമേഷൻ സെൻഡ് ടു ദ ബ്രെയിൻ ത്രൂ സെൻസേഷൻ. ആൻഡ് തേർഡ് വൺ വിൽ സി അബൌട്ട് ദി പ്രോസസ്. Sensation is the process of sensing our surrounding using the five senses, while perception is the process of interpreting the acquired sensations. അപ്പോൾ നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സെൻസേഷനിൽ വരുന്നത്. അതേപോലെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഒരാളൊരു കാര്യം പറഞ്ഞു, നമ്മളത് കേട്ടു, നമ്മൾ അത് ആ സെയിം തിങ് തന്നെ വേറൊരാളുടെ അടുത്ത് നമ്മൾ പറയണം. ചെറിയ മാറ്റങ്ങളുണ്ടായിരിക്കും. ഓക്കെ, സോ ഹൗ ഡു വി ഇൻ്റർപ്രറ്റ് ദാറ്റ്? ദാറ്റ് ഈസ് നോൺ ആസ് പെർസെപ്ഷൻ. And how do we collect those information is known as sensation. ഇനി നേച്ചർ ഓഫ് പ്രോസസ് നോക്കാം. സെൻസേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ മെൻ്റൽ പ്രോസസ്സാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് മെൻ്റൽ പ്രോസസ്സാണ്. കാരണം നമ്മൾ അതിലേക്ക് അർത്ഥങ്ങൾ ചേർക്കുന്നു. സെൻസേഷനിൽ അർത്ഥങ്ങൾ ചേർക്കുന്നില്ല. ഡയറക്റ്റ്ലി എന്താണോ കണ്ടത് അത് അങ്ങനെ തന്നെ നമ്മൾ റിസീവ് ചെയ്യണം. പലപ്പോഴും പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, ഡോണ്ട് ബിലീവ് വാട്ട് യു സീ, ഡോണ്ട് ബിലീവ് വാട്ട് യു ഹിയർ. സോ വെൻ യു ടേക്ക് എ ഡിസിഷൻ, ഗോ ഫോർ ദി ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ. കണ്ടതും കേട്ടതും അല്ല. പലരും പറയാറുണ്ട്, കണ്ടതിനേക്കാളും ഇനി എന്താണ് ഇനി പറയാനുള്ളത്? ഓക്കെ, കണ്ടതിൽ നമുക്കൊന്നും പറയാനില്ല, കണ്ടതിൽ സത്യമാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ അതിലേക്ക് പോയാലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് കോംപ്ലെക്സ് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. ഈ അടുത്ത് റീസെൻ്റായിട്ടൊരു വീഡിയോ കണ്ടു. That is, a student is always late to the school എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പേ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എഗെയിൻ വേറൊരു വീണ്ടും നമ്മുടെ സറൗണ്ടിങ് നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇത് ഡ്രൗണ്ടിങ് എവ്രിവെയർ. ഓക്കെ, സോ അത് എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി എന്നും രാവിലെ സ്കൂളിലേക്ക് ലേറ്റാണ്. സോ ആ പർട്ടിക്കുലർ ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഹി ക്ലോസസ് ദി ഡോർ ആൻഡ് ഹി സ്റ്റാർട്ട്സ് ഹിസ് ലെസൺസ് ഫോർ ദ ഡേ എന്നുള്ളതാണ്. ആളുടെ ടീച്ചിങ് ആൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടേക്കാണ് ഈ കുട്ടി എപ്പോഴും വരുള്ളൂ. സോ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ടീച്ചർ ആ കുട്ടീനെ വിളിച്ചിട്ട് ആദ്യം തന്നെ ഒന്നും ചോദിക്കില്ല, ഒരൊറ്റടി കൊടുക്കും, അവിടെ ചെന്നിരിക്കാൻ പറയും. ആ കൊടുക്കുന്ന അടി നല്ല അടിയാണ്. ഓക്കെ, അവൻ്റെ മുഖമൊക്കെ പോവും, കണ്ണൊക്കെ നിറഞ്ഞൊഴുകും, അതും മേടിച്ചിട്ട് അവൻ അവിടെ ചെന്നിരിക്കും. ദ നെക്സ്റ്റ് ഡേ ദ സെയിം തിങ് ഇസ് ടേക്കിംഗ് പ്ലേസ്.
അവൻ രണ്ടാമത്തെ ദിവസം ഒരു മാറ്റമില്ല, ആ സമയത്ത് തന്നെ, എന്നിട്ട് 15 മിനിറ്റ് ലേറ്റായിട്ട് തന്നെയാണ് അവൻ വരുന്നത് മൂന്നാമത്തെ ദിവസവും. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ ഒരാഴ്ച ഏകദേശം ഇതിങ്ങനെ പോകുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഈ പറയുന്ന ടീച്ചർ, the person he was coming to a school, അയാൾ സൈക്കിളും കൊണ്ട് ചവിട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. ആ സാറ് സ്കൂളിലേക്ക് പോകുന്നൊരു സമയത്ത് അയാൾ കണ്ട ഒരു കാഴ്ച, അതായത് ഈ കുട്ടി ഒരു എന്താ പറയുക, ഒരു വീൽ ചെയർ ഉന്തിക്കൊണ്ട് വരികയാണ്. അതിൻ്റെ അമ്മേനെ എന്താ പറയുക, എന്നും കൊണ്ടുവന്ന് സേഫായിട്ടുള്ളൊരു പ്ലേസിൽ കൊണ്ടാക്കിയിട്ടാണ് ഈ കുട്ടി സ്കൂളിലേക്ക് വരുന്നത്. അത് ഏകദേശം അമ്മ ഫുള്ളി പാരലൈസ്ഡ് ആണ്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടി അമ്മേനെ അവിടെ കൊണ്ടാക്കി സ്കൂളിലേക്ക് ഓടി വരികയാണ്. ഈ കാഴ്ച അന്ന് ഇവൻ്റെ ടീച്ചർ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അന്നും ടീച്ചർ അതേപോലെ തന്നെ നേരത്തെ എത്തി സ്കൂളിൽ. ഇവന് ഓടി നടന്ന് എത്തണം, കുറച്ച് വഴിയുണ്ട്, ആൾക്ക് സൈക്കിളിൽ എത്താൻ വേണ്ടു. അപ്പോൾ ആളവിടെ എത്തി, ആൾ വെയിറ്റ് ചെയ്യാണ് for this boy to come to the class, വരട്ടെ എന്ന് വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ ഡോർ ക്ലോസ് ചെയ്ത് ഡോറിന് നോക്ക് കേട്ടു. യെസ് എന്ന് പറഞ്ഞു. കുട്ടി വന്നപ്പോൾ കാരണം ഒരാഴ്ചയായിട്ട് അടി തന്നെയാണ്, അപ്പോൾ അതിൽ വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അവൻ കൈ നീട്ടി, എനിക്ക് തരാളെ തന്നു, ഞാൻ അവിടെ ചെന്നിരിക്കാം എന്നുള്ള രീതിയിൽ. ആളെന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ അവൻ്റെ മുന്നിൽ മുട്ടുകുത്ത ചെയ്തത്. ആ കുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി ആ സ്കെയിൽ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് ആ കയ്യിലൊരു നല്ലൊരു മുത്തം കൊടുത്തു. ഓക്കെ, അവന് എന്താ നടക്കണേന്ന് മനസ്സിലാവുന്നില്ല. ആ സാർ എന്ത് ചെയ്തു, അവനെ കെട്ടിപ്പിടിച്ച് സാർ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. ബിക്കോസ് എ സ്മോൾ ബോയ് ഹി വാസ് ഗിവിങ് മച്ച് കെയർ ടു ഹിസ് പാരൻസ് എന്നുള്ളതാണ്. ഇന്ന് ഏബിളായിട്ടുള്ള പാരൻസിനെ പോലും നമുക്ക് തിരിഞ്ഞു നോക്കാൻ നേരമില്ല, പിന്നെന്താ നമ്മൾ ഏജ്ഡായിട്ടുള്ള പാരൻസിനെ തിരിഞ്ഞു നോക്കണത്. ഏബിളായിട്ടുള്ള എല്ലാത്തിനും കപ്പാസിറ്റി ഉള്ള പാരൻസായിട്ട് തന്നെ നമുക്ക് ഒന്നും മിണ്ടാനോ പറയാനോ നേരമില്ലാത്ത തലമുറയായി മാറിക്കൊണ്ട് പോവാണ് നമ്മൾ. ഓക്കെ, ഞാനതിൻ്റെ പ്രോസസ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ദാറ്റ് ഈസ് നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള മെൻ്റൽ പ്രോസസ്സാണ് പെർസെപ്ഷൻ. ഓൾവേസ് ഗോ ടു ദി ഇൻവെസ്റ്റിഗേഷൻ വൈ ഹി ഈസ് ലേറ്റ് എന്നുള്ളത്. അതാദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പണിഷ്മെൻറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ആക്ഷനോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് നേച്ചർ ഓഫ് പ്രോസസ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദി പ്രൊസീജിയർ. Sensation is a general biological procedure. Perception has more psychological significance. So sensation എന്ന് പറയുമ്പോൾ just we are receiving the information from the environment. So അതിൽ വേറെ ഒരു കാര്യങ്ങളൊന്നും അതിൽ ആഡ് ചെയ്യുന്നില്ല. So it is completely a biological process എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു പെർസെപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും അത് സൈക്കോളജിക്കൽ പ്രോസസ്സായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റിമുലി. Sensation does not involve any organization, combination or selection of stimuli. Perception entails organization, combination and selection to form stimuli into a pattern. സെൻസേഷനിൽ നമുക്ക് വേറെ ഒരു കാര്യങ്ങളും നമ്മളതിൽ വരുന്നില്ല, നമ്മളൊരു കാര്യങ്ങളും ഒത്തുനോക്കുന്നില്ല, ഒരു കാര്യങ്ങളും നമ്മളതിൽ ആഡ് ചെയ്യുന്നില്ല, ഒരു എക്സ്പീരിയൻസും നമ്മളതിലേക്ക് ഷെയർ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓർഗനൈസേഷൻ വരുന്നുണ്ട്, കോമ്പിനേഷൻ വരുന്നുണ്ട്, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിനെ ബേസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓൺലി വി ആർ ഗിവിങ് എ ഫൈനൽ കൺക്ലൂഷൻ എന്നുള്ളതാണ്. സോ ഒരു സ്റ്റിമുലൈ, ദറ്റ് ഈസ് വാട്ട് വി ഹാവ് റിസീവ്ഡ്, it has been directly given in the sensation, but in perception all those things are added to it. And the seventh point is physical and psychological. Perception and sensation are different mostly because sensation is more physical ennalladana.
Sensations arise only because the body receives a stimuli and the body reacts to it, converting the stimulus into one of the things that one of the sensory organs of the body can identify. ചൂടുള്ള കാര്യം ഒരു സാധനം തൊടുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് കൈ നമ്മൾ പിന്നിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സ്റ്റിമുലൈ. ഒരു കയ്പുള്ള സാധനം നമ്മൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ തുപ്പുന്നുണ്ടെങ്കിൽ അത് സ്റ്റിമുലൈ. ബിക്കോസ് വി ആർ റെസ്പോണ്ടിങ് ഇറ്റ് വെരി സൂൺ എന്നുള്ളതാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. പെർസെപ്ഷൻസ് ആർ ഇൻഡിവിജ്വൽ തോട്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു പേഴ്സൻ്റെ ഇൻഡിവിജ്വൽ തോട്ട്സ് ആണ് നമുക്ക് പെർസെപ്ഷനായിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി ദ റിസൾട്ട്. സെൻസേഷൻ റിസൾട്ട്സ് ഇൻ പെർസെപ്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് ഗിവിംഗ് മീനിങ് ടു ദ ഇൻഫർമേഷൻ റിസീവ്ഡ്. സെൻസേഷൻ എന്ന് പറയുന്നത് സെൻസേഷൻ അല്ലെങ്കിൽ സെൻസറി ഓർഗൻസിന് റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ പെർസെപ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൻസേഷൻ്റെ അവസാനം എന്ന് പറയുന്നത് പെർസെപ്ഷനാണ്. സോ അതെങ്ങനെയാണ് അതിന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, അതിന് നല്ല അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിന് അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പെർസെപ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനിൽ പറയാനുള്ളത്. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സി അബൌട്ട് ദി പെർസെപ്ച്വൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ അപ്പോൾ ഇന്ന് അടുത്ത പോർഷൻസ് വരിക്കും. മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളധികം പേരൊന്നുമില്ല, നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡൗട്ടുകളൊക്കെ അപ്പോൾ ക്ലിയർ ചെയ്ത് പോവാം, കുറേ വായിക്കുക, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്നാലൊക്കെയാണ് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. താങ്ക് യു. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.